ക്രിസ്മസും നവവത്സരവും ഒക്കെ പ്രമാണിച്ച് ചന്ദ്രഹാസം കമ്പനി കുറച്ച് പുതിയ പ്രോഡക്ട്സ് നിങ്ങൾക്കൊക്കെ വേണ്ടി മാർക്കറ്റിൽ ഇറക്കുകയാണ്. അതും മറ്റെവിടെയും കിട്ടാത്ത കുറഞ്ഞ വിലയിൽ. ഈ പരസ്യം വേണമെങ്കിൽ ഒരു താരത്തിനെ വെച്ച് എനിക്കെടുത്ത് പ്രദർശിപ്പിക്കാം. പക്ഷേ എൻ്റെ ഒരു താല്പര്യപ്രകാരം നിങ്ങൾക്ക് വേണ്ടി ഇറക്കുന്ന ഈ പ്രോഡക്ട്സിൻ്റെ ഔപചാരികമായ ഒരു ലോഞ്ചിങ് എന്ന് പറയുന്നത് എന്നിലൂടെ തന്നെ ആവട്ടെ എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടിപ്പം വിശദമായി അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. മുൻപുണ്ടായിരുന്നത് പോലെ തന്നെ തുടർന്നും എല്ലാവിധ സഹകരണവും അനുഗ്രഹാശിസുകളും ചന്ദ്രഹാസം കമ്പനിക്ക് നൽകുക. എല്ലാവരും ഈ പ്രോഡക്ട്സ് എല്ലാം വാങ്ങിച്ച് ഞങ്ങളോട് പരമാവധി സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കൊച്ചമ്മ. ഓ, നിനക്ക് എന്തോ നാടാ, കണ്ണ് കണ്ടൂടെ? എന്തോ കൊച്ചമ്മേ, കണ്ണ് കണ്ടൂടെ എന്ന്? അല്ല, എനിക്ക് ഈ നിൽക്കുന്ന പ്രസവൂജാണെന്നറിയാം, ഈ ഇരിക്കുന്ന എന്റെ കൊച്ചമ്മയാണെന്നറിയാം, ഇത് കട്ടിലാണെന്നറിയാം, അത് തലയാണെന്നറിയാം, എല്ലാം അറിയാം. അറിയാല്ലേ? കൈത ഇവിടെ ഒരു വീഡിയോ എടുത്തോണ്ടിരിക്കുവായിരുന്നു. ചിരിക്കുന്നത് എന്തിന്റെ വീഡിയോ? നമ്മുടെ കമ്പനിയിലെ പ്രോഡക്റ്റ് ഇല്ലേ, അതിനെ കുറിച്ചുള്ള ഒരു ആഡ് ആയിരുന്നു. നമ്മളെ കമ്പനി ഇപ്പൊ ഭയങ്കര നഷ്ടത്തിലാ. അങ്ങനെ പറഞ്ഞേ? അല്ല, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു കമ്പനിയുടെ പരസ്യം ഇങ്ങനെ കുഞ്ഞു മൊബൈലാണ് ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞ കൊച്ചമ്മയ്ക്ക് വിഷമാവും, അത് വിഷയാവും. കേക്കട്ടെ, നീയല്ലേ പറയുന്നത്, എനിക്കറിയാമല്ലോ. അത് വേണ്ട കൊച്ചമ്മ, ഞാൻ പറഞ്ഞ ഇത്രയും വലിയ കമ്പനിയുടെ പരസ്യം എത്രയോ വലിയ സിനിമാ താരങ്ങളെ വെച്ച് ചെയ്താലല്ലേ പറ്റുള്ളൂ. ഈ കൊച്ചമ്മ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും കാണുമോ? എന്നോട് ആര് പറഞ്ഞങ്ങനെ? ഒരു കാര്യം നീ മനസ്സിലാക്ക്, നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോഴേ അതിന്റെ പിന്നിൽ അധ്വാനിച്ച് കാശ് മുടക്കി ഇറക്കുന്നവൻ തന്നെ പറയുന്നത് എന്റെ അന്തസ്സൊന്ന് വേറെയാ. മനസ്സിലായോ? എന്റെ മുത്തോണ, നമ്മുടെ കമ്പനി പ്രോഡക്റ്റിന്റെ കാര്യം അമ്മ പറയേണ്ട അത്ര ഇമ്പാക്ട് ഒന്നും ആര് പറഞ്ഞാലും കിട്ടൂല. അങ്ങനെ ഉണ്ടല്ലേ? അല്ല, ഇതെങ്ങനെ ഇടുന്നതിന്റെ കൂടെ എന്റെ ഒരു പാട്ടും കൂടെ അങ്ങ് ഇട്ട് കഴിഞ്ഞാ എങ്കിൽ പിന്നെ തീർന്നടാ, പ്രോഡക്റ്റും തീരും അവനും തീരും അതോടുകൂടി. അല്ല കൊച്ചമ്മ, എന്തായാലും കൊച്ചമ്മ എന്തായാലും ഇത് പറഞ്ഞിടുന്നുണ്ടല്ലോ, അതിന്റെ കൂടെ ഇത് വയറലാവാൻ വേണ്ടിട്ടാണ്. ഒന്ന് കേക്കണേ, മുത്തോണ്ണ ഒന്ന് പാടി നോക്കട്ടെ, കൊള്ളാങ്കി നമുക്ക് എടുക്കാം. നിനക്ക് വേറെ പണിയില്ലേടാ? ഇവ പാടാനോ? പാടിയ എന്താ ഇപ്പൊ അവസ്ഥ? അല്ല, പാടി കേട്ടതിന് ശേഷം ചന്ദ്രഹാസം പുട്ടുപൊടിയിൽ പുട്ടുണ്ടാക്കാൻ എന്ത് രസമാ, അരിപ്പുട്ട് ഗോതമ്പ് പുട്ട് ചമ്പാപ്പുട്ട് ഹോയ്, അരിപ്പുട്ട് ഗോതമ്പ് പുട്ട് ചമ്പാപ്പുട്ട് ഹോയ്. എങ്ങനെയുണ്ട്? അല്ല, ഇത് മുമ്പൊരിക്കൽ പാടിയ പാട്ടല്ലേ? മുമ്പൊരിക്കൽ പാടി, അപ്പോഴൊന്നും നിങ്ങൾ ഇതുപോലെ പോസ്റ്റ് ചെയ്തില്ലല്ലോ. അപ്പം ഇപ്പോഴെങ്കിലും ഒന്ന് പോസ്റ്റ് ചെയ്തെടുത്താൽ നന്നായിരിക്കും. കൊച്ചമ്മ എന്നെ കളിയാക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, കോടികൾ മുടക്കി റഹ്മാനെ വെച്ചിട്ട് നിങ്ങൾ പാട്ട് ചെയ്തോ? പക്ഷെ എനിക്ക് 10 പൈസ തരണ്ട, ഞാൻ ഫ്രീ ആയിട്ട് ചെയ്തു തരാന്നല്ലേ പറഞ്ഞത്? ഫ്രീ ആയിട്ട് ചെയ്തിട്ട് എന്തോ ചെയ്യുന്നു? എന്ത് ചെയ്യുന്നു? ഇതെല്ലാം കൂടെ വിറ്റ് പോകുന്നു. പിന്നെ നിന്റെ ഫ്രീ പാട്ട് ഇതിന്റെ കൂടെ ഇട്ടാലുണ്ടല്ലോ, ഈ പ്രോഡക്റ്റിന്റെ കഥയും കഴിയും, നിന്റെ കഥയും കഴിയും. അതാണ്. അങ്ങനെ എന്നെ കളിയാക്കരുത്. ഒരു ഭരത് അവാർഡ് കിട്ടിയ ഒരു ആളിന്റെ അടുത്താണ് കൊച്ചമ്മ ഈ സംസാരിച്ചോണ്ടിരിക്കുന്നത്, ഓർക്കണം. ഭരത് അവാർഡോ? എപ്പോ? കൊച്ചമ്മ എല്ലാം അറിഞ്ഞു വെച്ചോണ്ട് ഇങ്ങനെ പറയരുത് കേട്ടാ. കാര്യമാണ് പറയണത്. ഭരത് ട്യൂട്ടോറിയിൽ എനിക്ക് അവാർഡ് തന്നത് നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞൂടാ? ഭരത് ട്യൂട്ടോറിയിൽ എനിക്ക് കിട്ടിയത് പോത്തങ്കോട്, അറിഞ്ഞൂടെ? ഒരു വീക്കാണ് വെച്ച് കേട്ടോ. ഭരത് ട്യൂട്ടോറിയല് 3ാം ക്ലാസ് എല്ലാം ജോണക്ക് പിള്ളേർ പഠിക്കുന്ന ഏതോ ഒരു ട്യൂട്ടോറിയൽ കോളേജും അല്ല സ്കൂള്, അവിടെ നിന്ന് ഭരത് അവാർഡ് പറയുന്നത് കേട്ടപ്പോ ഞങ്ങളൊക്കെ മറ്റേ ഭരത് അവാർഡ് എന്ന് വിചാരിച്ചു. ദാസേട്ടൻ വന്നാലും ശ്രീകൂട്ടം വന്നിരുന്നാലും അവരെ മുമ്പോട്ട് ഞാൻ ഗംഭീരമായിട്ട് പാടാനുള്ള ചങ്കൂറ്റം എനിക്കുണ്ട്. ഉണ്ട്, അത് നന്നായിരിക്കട്ടെ. പക്ഷെ അത് കേൾക്കാനുള്ള ചങ്കൂറ്റം ദാസേട്ടന് ഭഗവാൻ കൊടുക്കണേ എന്നാണ് എന്റെ പ്രാർത്ഥന. അധികം ഞാൻ ഇവിടെ നിൽക്കുന്നില്ല കൊച്ചമ്മ. അധികം നിന്നാൽ എന്റെ ആത്മവിശ്വാസം തകർത്ത് കളയുന്നു. ഞാൻ ചെന്ന് ഉണക്ക പുട്ടുണ്ടാക്കട്ടെ, ചന്ദ്രഹാസത്തിന്റെ. നല്ല പുട്ട്. വല്ലാത്ത ആത്മവിശ്വാസം. കള്ളവല്ല ഇവൻ, ഇതെന്തോന്ന് ജന്മോ എന്തോ. പുട്ടിന്റെ പാട്ടും. അമ്മ, വേറൊരു കാര്യം പറയാനുണ്ട്. ഇന്ന് പിങ്കിയുടെ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് ഒക്കെ ഒന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. നല്ല സംഭാവനയ്ക്ക് പറ്റാണോടാ? അവര് സ്പോർട്സ് മീറ്റ് എന്തോ നടത്തുന്നെന്നാ പറഞ്ഞ. അപ്പൊ അതിനെപ്പറ്റി സംസാരിക്കാൻ എന്തെങ്കിലും ആയിരിക്കും. ഏതായാലും കുഞ്ഞു പഠിക്കുന്ന സ്കൂളിലെ ടീച്ചർമാരല്ലേ, വരട്ടെ, നമുക്ക് ഉള്ളതുപോലൊക്കെ ചെയ്യാം. എന്നാ ശരി അമ്മ, ഞാനത് പോസ്റ്റ് ചെയ്തേക്കാം. ഈ ഭരത് അവാർഡുകാരന്റെ ശല്യം ഇതെവിടെ ചെന്ന് അവസാനിക്കുമോ എന്തോ. ഉണക്കപ്പുട്ട്, ചെമ്പാപ്പുട്ട്, അരിപ്പുട്ട്, പിന്നെ എന്താ പ്രശ്നമുണ്ടല്ലോ ദൈവമേ.
ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.